കാസർഗോഡ് ജില്ലയിൽ 40 കിലോമീറ്ററോളം പ്രദേശത്താണ് രൂക്ഷമായ കടൽക്ഷോഭമുള്ളത്. കുമ്പള, കോയിപ്പാടി, ആരിക്കൊടി, ചേരങ്കൈ, ചെമ്പിരിക്കെ, കീഴൂർ, ചിത്താരി, അജാനൂർ, തൈക്കടപ്പുറം എന്നിവിടങ്ങളിലാണ് അതിരൂക്ഷമായ കടൽക്ഷോഭം. ഈ സ്ഥലങ്ങളിൽ പുതുതായി കടൽഭിത്തി നിർമ്മിക്കാൻ മുൻഗണന നൽകണമെന്നാവശ്യപ്പെട്ട് വൻകിട ജലസേചന വിഭാഗം 2 വർഷം മുമ്പ് പദ്ധതി തയ്യാറാക്കിയിരുന്നു. കേന്ദ്ര ധനകാര്യ കമ്മീഷനായിരുന്നു ജില്ലയിൽ ഉൾപ്പെടെ കടൽഭിത്തി നിർമ്മിക്കാനാവശ്യമായ ഫണ്ടുകൾ നൽകിയിരുന്നത്. എന്നാൽ ധനകാര്യ കമ്മീഷൻ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടതോടെ ഫണ്ട് കിട്ടാതായി. ഇതോടെ ജില്ലയിലെ കടൽഭിത്തി നിർമ്മാണം നിലച്ചു. കടൽക്ഷോഭം രൂക്ഷമായ പ്രദേശങ്ങളിൽ ഹെക്ടർ കണക്കിന് സ്ഥലങ്ങളാണ് വർഷവും കടലെടുക്കുന്നത്. 3-4 വർഷമായി കടൽഭിത്തി പൂർണ്ണമായി തകർന്നിരിക്കുകയാണ്. ഇതിനെതിരെ പല പ്രാവശ്യം ഭരണാധികാരികൾക്ക് പരാതി കൊടുത്തിന്. ഒരു പ്രാവശ്യം വന്ന് സന്ദർശിച്ച് പോകുന്നതല്ലാണ്ട് ഇതൊന്നും ചെയ്ത് കാണുന്നില്ല ഇതുവരെ. കാസർഗോഡ് ചേരങ്കൈ കടപ്പുറത്ത് മാത്രം 25 വീടുകൾ കടലാക്രമണ ഭീഷണിയിലാണ്. അശാസ്ത്രീയമായി കടൽഭിത്തി നിർമ്മിക്കുന്നത് കാരണം കല്ലുകൾ ഒന്നൊന്നായി കടലെടുക്കുകയാണ്. ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപയാണ് പാഴാവുന്നത്. ശാസ്ത്രീയമായി കടൽഭിത്തി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കടൽക്ഷോഭം രൂക്ഷമായ ചേരങ്കൈ കടപ്പുറത്ത് നിന്നും ക്യാമറ പേഴ്സൺ രാജേഷിനൊപ്പം ഷഫീഖ് നസറുള്ള, മീഡിയ 1, കാസർഗോഡ്.